7000 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിലാകെ ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, 75 IFSകാരുണ്ട്, 5,10,10,000 പോലീസുകാർ ഇവിടെ ഉണ്ട്. അതിനാകെ ഉള്ളത് ഇവിടെ ഈ പറയുന്ന 700 ചില്ലാനം IFSകാരാണ്, 400 ചില്ലാനം IFSകാരാണ്. അപ്പോൾ ആ റേഷ്യോൻ്റെ വ്യത്യാസം നോക്കൂ നിങ്ങൾ. എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോരുന്നത്? തിരിച്ചയക്കണം അവരൊക്കെ കേന്ദ്രത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക്. 400 ആൾക്ക് എന്നിട്ട് ഇവർ വാഹനം വാങ്ങിക്കൂട്ടുക. നിങ്ങൾ നിലമ്പൂർ വന്ന് നോക്കൂ. ഞാനിപ്പോൾ 4 മാസം മുമ്പ് ഈ ഇടതുപക്ഷത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്നതിന് മുമ്പ് മന്ത്രി വന്ന് കുറേ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 13.5 കോടി രൂപയുടെ കെട്ടിടം, പുതിയ കെട്ടിടങ്ങൾ, പുതിയ വാഹനങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ തോന്നിവാസത്തിന് വാങ്ങിക്കൊടുക്കുമ്പോൾ 1 കിലോമീറ്റർ ഫെൻസിങ് ഇടാൻ 5 ലക്ഷം മതി. ഒരു പൈസ കൊടുത്തിട്ടില്ല ഇവർ. എന്നിട്ട് ഈ കേരളത്തിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ കാറുകൾ നിങ്ങളൊന്ന് പോയി നോക്കൂ. ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത വില പിടിപ്പില്ല 30-40 ലക്ഷം. എന്തിനാ ഇവർക്ക് ഈ വാഹനം? കാട്ടിൽ പോകാനാണോ കാറ്? കാട്ടിൽ പോകാൻ ജീപ്പാണ് വേണ്ടത്. അപ്പോൾ ജീപ്പിലൊന്നും അവർ യാത്രയില്ല. നിലമ്പൂർ നിൽക്കുന്ന DFO ഓഫീസിൻ്റെ മതിലൊന്ന് പോയി നോക്ക് നിങ്ങൾ. ഈ ആനശല്യം കൂടിയപ്പോൾ അവിടെയൊക്കെ മതിൽ കെട്ടി ഉയർത്തി. അവർ ഭയങ്കര പ്രൊട്ടക്ഷനിൽ. അവരെന്തിനാ ഈ നഗരത്തിൽ വന്ന് ജീവിക്കുന്നത്? ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ ജീവിക്കേണ്ടത് അവരുടെ ഓഫീസും വേണ്ട ഫോറസ്റ്റിൻ്റെ അകത്താണ്. അവിടെ ഉണ്ടാവേണ്ടത്. പൊതുജനങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് അവിടെ 5 സ്റ്റാർ കെട്ടുക.